ഗൈസ്, ഇപ്പോൾ സമയം 6:30 നേരം പുലർന്നു വരുന്നേ ഉള്ളൂ. ഇന്നത്തെ നമ്മുടെ യാത്ര മൂന്നാർ വഴി വട്ടവടയ്ക്കാണ് കേട്ടോ. അപ്പോൾ വട്ടവടയിലേക്ക് പോകുന്ന വഴി ഞാൻ ആദ്യം മൂന്നാർ കയറിയപ്പോൾ തന്നെ നമ്മൾ മെയിൻ ഒരു കാഴ്ച ചെയ്യുക, നമ്മുടെ നേര്യമംഗലം പാലം തൊട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ ഒരു ആക്സിഡൻറ്റും അതേപോലെ തന്നെ റോഡ് ബ്ലോക്കായി കിടക്കുന്നതുകൊണ്ട് അവിടുത്തെ വീഡിയോ എടുക്കലൊന്നും നടന്നില്ല. പിന്നെ അങ്ങനെ പോകുന്ന കുറച്ച് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കൽ തുടങ്ങിയത്. അങ്ങനെ പിന്നെ കാലാവസ്ഥയും നല്ല തണുപ്പ് അതായത് കാരണം ടൂറിസ്റ്റ് പോലെ നമുക്ക് ഓടിയെത്താൻ സാധിച്ചില്ല. അത്യാവശ്യം ഞാൻ ജാക്കറ്റ് നേരെ പോവാനല്ലേ ഇറങ്ങിയത് അതുകൊണ്ട് അത് ശരിക്കും നമ്മുടെ യാത്രയിൽ അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. ചുമ്മാ ഒരു ടീഷർട്ടും ബ്ലൗസും മാത്രമേ സാധിക്കുന്നുണ്ടായില്ല. അമ്മാതിരി തണുപ്പായിരുന്നു. കയ്യിൽ കിടക്കുന്ന ഗ്ലൗസ് അത്രയ്ക്ക് വേണ്ട ക്വാളിറ്റിയുള്ള ഗ്ലൗസ് അല്ലായിരുന്നു. അതുകൊണ്ട് തണുപ്പ് ശരിക്ക് അറിയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു നമ്മുടെ വിരലിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു നെറ്റ് പോലെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ തണുപ്പ് അടിച്ച് കയറിയിട്ട് കൈ നല്ലപോലെ മരവിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ മാട്ടുപ്പെട്ടി ഡാമിനടുത്തൊരു എത്താറായപ്പോഴത്തേക്ക് അവിടെ ഒരു ഷോപ്പ് തുറക്കുന്നേ ഉണ്ടായിരുന്നു. ആ ഷോപ്പിനകത്ത് രണ്ട് സാധാരണ നമ്മൾ നോർമൽ തുണി കൊണ്ടുള്ള ഗ്ലൗസ് വാങ്ങിച്ചിട്ടതിന് ശേഷമാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് യാത്ര തുടങ്ങിയത്. പിന്നെ ഇന്നത്തെ യാത്രയിൽ എൻ്റെ കൂടെ എൻ്റെ വൈഫും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടിനും കൂടെയാണ് ഇന്ന് യാത്ര ഇറങ്ങിയിരിക്കുന്നത്. മൂന്നാർക്ക് പോകാൻ വേണ്ടി ഞാൻ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ വൈഫ് പറഞ്ഞ് എന്നെയും കൊണ്ടുപോകും. കുറേ നാളായി ഞാനിങ്ങനെ ബൈക്കിന് ഇത്രയും ദൂരം വരെയും പോയിട്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ പിള്ളേരെ കൂടെ സാധാരണ ഞങ്ങൾ പോകുമ്പോൾ ഒരുമിച്ച് പിള്ളേരെയൊക്കെ കൂട്ടിയാണ് പോകണത്. അപ്പോൾ ഇത്തവണ പിള്ളേരോട് ഞാൻ ചോദിച്ചു തന്നാൽ പിന്നെ പപ്പയമ്മയും കൂടി ഇങ്ങനെ പോയിക്കോട്ടെന്ന് വെച്ചപ്പോൾ അവർ അനുവാദം തന്ന് അങ്ങനെ ആ കൂട്ടത്തിൽ ഞങ്ങൾ പോയതാണ്. അപ്പോൾ ടീനൊക്കെ ഭയങ്കര ആഗ്രഹം കൂടെ ഒരു റൈഡ്, അത് ഇത്രയും ദൂരം വരെ. അപ്പം അങ്ങനെ അങ്ങനെ ഇറങ്ങിയതാണ് ഈ ഒരു ട്രിപ്പ്. കോട തീരെ കുറവാണെങ്കിലും നല്ല തണുപ്പിൻ്റെ കാര്യത്തിലൊരു വിട്ടുവീഴ്ച ഇല്ലായിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പരമാവധി നേരത്തെ എത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് എങ്കിലും പക്ഷേ തണുപ്പ് അസഹനീയമായതുകൊണ്ടും ഞങ്ങൾ ജാക്കറ്റ് എടുക്കാത്തതുകൊണ്ടും മിക്കവാറും സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇറങ്ങി ഓരോ ചായയൊക്കെ കുടിച്ചാണ് പോരേണ്ടി വന്നത്. ഇവിടുത്തെ റോഡിൻ്റെ കാര്യം ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി റോഡാണ്. വട്ടവട കയറുന്നവരെയും നല്ല സൂപ്പർ റോഡാണ്. നമുക്ക് ആ ഓട്ടോച്ചേട്ടൻ്റെയൊക്കെ പോക്ക് കണ്ട അടിപൊളിയായിട്ട് കയറി പോണത്. ചില വണ്ടിയിലേക്ക് പോക്ക് കാണുമ്പോൾ നമുക്ക് കൊതിയോ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി, അതേപോലെ ഓടിക്കാൻ വേണ്ടിയല്ല, അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ വട്ടവട ഭാഗത്തേക്ക് വരുമ്പോൾ ഒരുപാട് കുതിരേനെ കാണാൻ സാധിക്കും കേട്ടോ. എന്തുമാത്രം കുതിരയാണെന്ന് അത് വളർത്തുന്ന കുതിരയാണോ അത് കാട്ടുകുതിരയാണോ ഒരു ഐഡിയ ഇല്ല. നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ മേളിൽ അത്യാവശ്യം തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ ഷോപ്പൊക്കെ തുറന്നു തുടങ്ങിയിട്ടുണ്ട്.
കുറേ അങ്ങോട്ട് ഓടിച്ചു വന്നപ്പോഴത്തേക്കും ഒരു മലയാണ്, ആ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അത് നമ്മുടെ വണ്ടിയിൽ കണ്ടിട്ടാണെന്ന് തോന്നുന്നു തിരിച്ച് ആ മരത്തിന്റെ മേലിലേക്ക് തന്നെ കയറിപ്പോയി. ഞങ്ങൾ കുറേ നേരം ഒരു വെയിറ്റ് ചെയ്ത് താഴെ ഇറങ്ങിപ്പോരുമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. അവൻ നേരെ മരത്തിന്റെ അറ്റത്ത് കയറി നിന്ന് താഴത്തേക്ക് വന്ന് നോക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം നിന്നിട്ട് അത് താഴെ ഇറങ്ങുന്നില്ല കണ്ടപ്പോൾ ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് അവിടെ നേരെ വിട്ടു. എത്ര പോന്നാലും നമുക്ക് മതി വരാത്ത സ്ഥലങ്ങളിൽ ഒന്നാണ് കേട്ടോ മൂന്നാർ. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന സ്ഥലം വട്ടവടയാണെങ്കിലും നമ്മൾ പൊതുവേ യാത്ര പറയുമ്പോൾ ഈ മൂന്നാർ മൂന്നാർ എന്നായിരിക്കും പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാർ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ ഓർമ്മയിലേക്ക് ഓടിയെത്തുന്നത് തേയിലത്തോട്ടമാണല്ലോ. മനോഹരമായ പച്ച പരവതാനി വിരിച്ചു ഇങ്ങനെ കിടക്കുന്ന തേയിലത്തോട്ടവും ആ മഞ്ഞും ആ കോടയും ഇതൊക്കെയാണല്ലോ നമ്മുടെ അതിൽ വരുന്ന മൂന്നാർ എന്നുള്ളൊരു സങ്കല്പം. ഇപ്പോൾ നമ്മൾ ഈ കയറി ചെല്ലുന്ന സ്ഥലം ഏതാണെന്ന് എനിക്ക് ഓർമ്മയുണ്ടോ? ഇതാണ് വട്ടവട ചെക്ക് പോസ്റ്റ് കേട്ടോ. ഇവിടെ നമ്മൾ വണ്ടി അവിടെ സൈഡ് പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ ചെന്ന് നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസും എല്ലാം നമ്മൾ പറഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അകത്തേക്ക് പ്രവേശനമുള്ളൂ ഇവിടെ നിന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫോറസ്റ്റിൻ്റെ ഏരിയ തുടങ്ങുകയാണ്. ഒരു 5 കിലോമീറ്ററോളം നമുക്ക് കാട്ടിലൂടെയാണ് യാത്ര. ഇവിടെ നമ്മൾ വണ്ടി നിർത്താനോ ഫോട്ടോ എടുക്കാനോ ഇറങ്ങി നിൽക്കാനോ പാടില്ല, ഫൈൻ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവരുടെ നിർദ്ദേശങ്ങൾ നമ്മൾ മാക്സിമം പാലിച്ചു വേണമല്ലോ യാത്ര ചെയ്യാനായിട്ട്. 5 കിലോമീറ്റർ നമ്മൾ സൂക്ഷിച്ച് അടുത്തൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അത് എത്തുന്നവരെ നമ്മൾ വാഹനങ്ങൾ നിർത്തുകയൊന്നും ചെയ്യാണ്ട് വേണം പോകാനായിട്ട്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാമ്പാടും ഷോല നാഷണൽ പാർക്കിലൂടെയാണ് കേട്ടോ. അതേപോലെ നമ്മൾ വന്നപ്പോഴുള്ള ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ഒരു ട്രക്കിംഗ് ഉണ്ട് കേട്ടോ നമുക്ക്. അതായത് 2000 സംതിങ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 പേർക്ക് അവരുടെ ഒരു വണ്ടി അവിടെയുണ്ട്. അതിൽ 3 കിലോമീറ്റർ കാട്ടിലൂടെ ഒരു ട്രക്കിംഗ് ആണ്. നമ്മുടെ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് അവിടെ കാട്ടുപോത്തിനെയും അതേപോലെ നീലഗിരി ലങ്കൂറിനെ അങ്ങനെ മലയണ്ണാൻ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ആദ്യം അത് അവിടെ ഞങ്ങൾ വന്ന സമയത്ത് അവിടെ തിരക്കൊന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ട്രക്കിങ്ങിന് പോകണ കാര്യം ചോദിച്ചപ്പോൾ ടീന പറഞ്ഞ് നമുക്ക് പോയിട്ടും വരാം എന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ നേരെ പാമ്പാടും ഷോല കയറി നേരെ വട്ടവടയൊക്കെ കണ്ടിട്ട് വന്നിട്ട് കയറാനാണ് പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾ നേരെ വട്ടവട കഴിഞ്ഞ് വിട്ടുപിടിക്കുകയാണ്. അങ്ങനെ 5 കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ച് വട്ടവട ഫാമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഈ താഴെ കാണുന്നതാണ് കേട്ടോ ഫാം. പക്ഷെ ഇവിടെ നിന്ന് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ സീസൺ കഴിഞ്ഞ ടൈമിനാണ് വന്നേക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു നമ്മുടെ വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ ജനുവരി ആ സീസണിലൊക്കെ വന്ന ഒരു ഫെബ്രുവരി സ്റ്റാർട്ടിങ്ങിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റും പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഒരു കാഴ്ച. അതേപോലെ സ്ട്രോബെറി ആണെങ്കിലും പച്ചക്കറി ആണെങ്കിലും ഇങ്ങനെ വിളഞ്ഞിരിക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പം നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നത് ഒരു സ്ട്രോബെറി ഫാമിൻ്റെ അടുത്തേക്കാണ് പോകണം. താഴത്തേക്ക് ഇറങ്ങി ചെല്ലണം. ഇപ്പോൾ നേരെ മേളിൽ നിന്ന് കണ്ടില്ലേ ആ വ്യൂവിലേക്ക് നേരെ താഴത്തേക്ക് ഇറങ്ങി ചെല്ലണം. അവിടെ ഒരു ഹണി മ്യൂസിയം ഒക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ പരിസരത്താണ് നമ്മൾ ചെല്ലുന്നത്. ഓരോ ഫാമും ഓരോരുത്തരുടെ കീഴിലാണ്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു പുള്ളിക്കാരനെ കണ്ടോ. പുള്ളിക്കാരൻ നമുക്കൊരു വിസിറ്റിംഗ് കാർഡൊക്കെ തന്നിട്ടും പറഞ്ഞ് ഫാം കാണാനാണെങ്കിൽ
നേരെ താഴത്തേക്ക് ഇറങ്ങി ചെല്ലുക. നമ്മുടെ സ്വന്തം ഫാമാണ്. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഞാനെല്ലാം വിളിച്ചു പറഞ്ഞേക്കാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അപ്പോൾ ഒരു ചേച്ചിയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഒരു കാട് പോലത്തെ സ്ഥലത്തൂടെയൊക്കെയാണ് കയറി പോകുന്നത്. എങ്ങോട്ടാ പോകുന്നതെന്നുള്ള ആദ്യം കണ്ടപ്പോൾ ഒരു ഭയം തോന്നി. എങ്കിലും പിന്നെ കുഴപ്പമില്ല, നമ്മുടെ വട്ടവടയല്ലേ. അങ്ങനെ താഴെ ഇറങ്ങി ചെന്ന്. പക്ഷേ അത്യാവശ്യം നല്ല വേനലിൻ്റെ ആ ഒരു ഇതുള്ള കാരണം നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ഫീല് തോന്നിയില്ല ഇവിടെ ചെന്നപ്പോഴത്തേനും. വാവ്, അടിപൊളിയായിട്ടാ. എന്താണത്? ഒരു പാലം പോലെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഓ, പാലത്തിന് മേലെ കൂടെയാണ് കയറി പോകണം. അപ്പോൾ ഇവിടെ കൊള്ളാട്ടെ നോക്കി. ഇതൊക്കെ സീസൺ ടൈമിന് പറഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടാവും ആ ടൈമിനൊക്കെ വരുന്നെങ്കിൽ. ഇപ്പോൾ തന്നെ വെള്ളമുണ്ട്, എങ്കിലും കുറവാണ് വെള്ളം. പക്ഷെ ആ ഒരു വെള്ളത്തിൻ്റെ ഒരു സൗണ്ട് നല്ല മുഴങ്ങി തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മഴ സീസണിലൊക്കെ വരികയാണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ വീഡിയോയുടെ തുടക്കം തന്നെ പറഞ്ഞില്ലേ, വട്ടട ഭാഗത്ത് കുറേ കുതിരകളുണ്ടെന്ന്. ഇതേപോലെ മിക്ക സ്ഥലങ്ങളിലും ഞാൻ കണ്ടായിരുന്നു കേട്ടോ കുതിര. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രോബെറി ഫാം കേട്ടോ. ഫാമിൻ്റെ അകത്തേക്ക് കയറി ചെല്ലണേന്. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു സൂര്യകാന്തിയാണ് നമ്മളെ സ്വീകരിച്ചത്. ഈ കാണുന്നതിന് സ്ട്രോബെറി സീസൺ കഴിഞ്ഞ കാരണം സ്ട്രോബെറി ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്, എങ്കിലും ചെറുതാണ്. നമ്മൾ സാധാരണ സീസൺ ടൈമിൽ വരുമ്പോൾ കാണത്ര ഇല്ല. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ട്രോബെറിയുടെ ജാമും അതേപോലെ വൈനൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതേപോലെ സ്ട്രോബെറി നമുക്ക് ഇവിടുന്ന് നാച്ചുറലായിട്ട് പറിച്ച് നമുക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഫ്രഷ് സ്ട്രോബെറി നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാം. സ്ട്രോബെറിയുടെ വേറെ എന്തൊക്കെയുള്ള? സ്ട്രോബെറി മാത്രമേ ഉള്ളൂ. സ്ട്രോബെറി ജാം, സ്ട്രോബെറി വൈൻ, സ്ട്രോബെറി. അല്ല പ്ലാന്റ് ആയിട്ട് പിന്നെ ഒന്നുമില്ല, തന്നെയാണ്. മഡ് ഹൗസ് പോലെ ചെയ്തേക്കണേ അല്ലേ? സെറ്റപ്പ് ആണല്ലോ. നോക്കട്ടെ. സ്ട്രോബെറിക്കായി വരുന്നേ ഉള്ളൂ. സ്ട്രോബെറിയുടെ വയനാട്ടോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. നല്ല കൂളിംഗ് ആണല്ലോ. നോക്കിയേ, ഇത് നോക്കിയേ, ഇതണ്ട ഒരു മണ്ണുകൊണ്ട് ചെയ്തേക്കണ ചെറിയൊരു കയറി വയ്ക്കാൻ വേണ്ടി അവരുടെ വർക്കിന് വേണ്ടി ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന സംഭവമാണ്. അതിൻ്റെ അകത്തുനിന്നാണ് നോക്കി സാധനം എടുത്ത് തന്നേക്കണം. പക്ഷെ ഫ്രീസർ, അതെ ഫ്രിഡ്ജിനകത്തൊന്നും എടുത്തിട്ട് കഴിക്കില്ല എന്ന് പറഞ്ഞാൽ കൂളിങ്ങാ. ഓ നോക്കിയേ, അതിനകത്തൊരു ഫ്രിഡ്ജിലൊരു സാധനമില്ല. വേണ്ട നോക്കിയേ, ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ്. ഇതിനകത്തുനിന്ന് നമുക്ക് എടുത്ത് തന്ന സാധനം ജാമും, സ്ട്രോബെറിയുടെ ജാം, സ്ട്രോബെറിയുടെ വൈൻ, അതൊക്കെയാണ് ഉള്ളത്. പക്ഷേ അത് ശരിക്കും ഫ്രീസറിൽ നിന്ന് എടുത്ത് എങ്ങനെയാണ് കഴിക്കണം കണ്ടോ? ഇതിലൊക്കെ തൊട്ടിട്ട് തന്നെ കൂളിംഗ് ആയിട്ട് ഇരിക്കുന്നത്. അതിന്റെ വളം പിന്നെ ഇത് 3 മാസം കഴിയുമ്പോ വളവെടുക്കും. 3 മാസം കൂടും. വളവെടുക്കും. പിന്നെ കുറെ പേര് വരുന്നുണ്ട്, മേടിക്കുന്നുണ്ട്, അങ്ങനെ കൊടുക്കുന്നുണ്ട്. ശരിക്കുള്ള സീസൺ ഡിസംബർ ഒക്കെ അല്ലേ? ഡിസംബർ തൊട്ട് മാർച്ച് വരെ സീസൺ ഉണ്ടാവും. ഇത് സീസൺ കഴിയാറായി. അതുകൊണ്ട് ഷീറ്റൊക്കെ പൊട്ടിപ്പോയി. ഇനി ഷീറ്റൊക്കെ ചൂട് കൊണ്ട് പൊട്ടിപ്പോയി. കൊറേ മാറ്റി, അതൊക്കെ മാറ്റിയതാണ്. വേറെ എന്തൊക്കെ കൃഷി? ഇത് കഴിയുമ്പോ ഇത് അങ്ങനെ ഇത് മഴയത്ത് കൊള്ളൂല.